ഹായ് എവരി വൺ, വെൽക്കം ടു ജയിലെ. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വർഗവും വർഗമൂലവും, അതായത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നൊരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമുക്കറിയാം LGSൻ്റെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 സ്റ്റേജ് കഴിഞ്ഞു. എറണാകുളത്തിൻ്റെ എക്സാം ഈ വരുന്ന ശനിയാഴ്ച കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മുൻ LGS എക്സാമിന് ഈ വർഗവും വർഗമൂലവും എന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു തീരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. വർഗവും വർഗമൂലവും എന്താണെന്നുള്ളത്. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ആദ്യം തന്നെ 1 തൊട്ട് 20 വരെയുള്ള സംഖ്യകളുടെ വർഗവും വർഗമൂലവും നമ്മൾ അറിഞ്ഞിരിക്കണം. വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ്. ഏതെങ്കിലും ഒരു സംഖ്യ ആ സംഖ്യയോട് തന്നെ ഗുണിക്കുന്നതാണ് എന്ത്? വർഗം അഥവാ സ്ക്വയർ. വർഗമൂലാണെങ്കിലോ ഇപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ 2 × 2 = 4 ആണ്. അപ്പോൾ 4ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ √4 ആണ്. അത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. 1ന്റെ വർഗമൂലം എന്ന് പറയുന്നത് എത്രയാ? 1ന്റെ 1² 1 തന്നെയാണ്. 2 ആണെങ്കിലോ 2ന്റെ 4 ആണ്. 3 ആണെങ്കിലോ 3ന്റെ 9 ആണ്. 4ന്റെ സ്ക്വയർ ആണെങ്കിൽ 4² 16, 5² ആണെങ്കിൽ 25, 6² ആണെങ്കിൽ 36, 7² 49, 8² 64 അല്ലേ? 9² 81, 10² 100. 1 മുതൽ 10 വരെ എല്ലാവർക്കും അറിയാം അല്ലേ? അതിന് ശേഷമുള്ളത് അറിയില്ലാത്തവർ നോട്ട് ചെയ്ത് തന്നെ പോവുക. 11² ആണെങ്കിൽ എന്താ പിള്ളേരെ? 11² 121, 12² ആണെങ്കിൽ 144, 13² ആണെങ്കിൽ 169, 14² 196, 15² 225, 16² ആണെങ്കിൽ 256, 17² 289, 18² 324, 19² 361, 20² 400. അപ്പൊ നമ്മൾ 1 തൊട്ട് 20 വരെയുള്ളതിന്റെ സ്ക്വയർ, അതായത് വർഗമാണ് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇല്ലേ? ഇപ്പൊ √1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും ഇല്ലേ? √4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതാണ് വർഗമൂലം എന്ന് പറഞ്ഞാൽ. √4 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതുപോലെ √9 ആണെങ്കിലോ √9 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. √289 289 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് 17 ആയിരിക്കും അല്ലേ? 17 × 17 ആണ് 289. അപ്പൊ 289ന്റെ വർഗമൂലം ചോദിച്ചാൽ 17, 17ന്റെ സ്ക്വയർ അതായത് വർഗം ചോദിച്ചാൽ 289. ഇത് ജസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 × 5 × 3 × 3 × 2 × 2 × 5 ഇല്ലേ? കുറച്ച് ലെങ്ത് ആയിട്ട് കുറച്ച് ഗുണനം ചെയ്തേക്കുവാണ്, കുറച്ച് സംഖ്യകളുടെ ഗുണനം. അതിന്റെ വർഗമൂലം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ഇതേ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 50. ഇതെങ്ങനെ ചെയ്യും? നമ്മൾ വർഗമൂലമാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ എന്താക്കുക? ജോഡിയായിട്ട് എഴുതുക. മക്കളെ ഇവിടെ നോക്കിക്കേ. 2, ഇതിൽ നിന്ന് ഇത് ഈ 2 × 2 ഒരു ജോഡിയല്ലേ? അപ്പൊ നമുക്കൊരു 2 അതിൽ നിന്ന് എടുക്കാം. 5 നോക്കിക്കേ ഇല്ലേ? ഒരു 5 കോമൺ ആണ്. അപ്പോൾ 5 നമുക്ക് അതിൽ നിന്ന് എടുക്കാം. 3 നോക്കിക്കേ. 3 × 3 ഇതിൽ നിന്ന് ഒരു 3 എടുക്കാലോ. ഓക്കെ. പിന്നെയോ 2 × 2 ഇതിൽ നിന്ന് നമുക്കൊരു 2 എടുക്കാം. ക്ലിയർ ആയില്ലേ? ഇത്രയും സംഖ്യകളിൽ ഓരോ സംഖ്യയും നമ്മൾ ജോഡിയായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ 2 × 2 ഒരു 2 പുറത്തെടുത്തു, 5 × 5 ഒരു 5 പുറത്തേക്ക് എടുത്തു, 3 × 3 ഒരു 3 പുറത്തേക്ക് എടുത്തു, പിന്നെ റിമൈനിങ് ആയിട്ട് 2 × 2 കിടക്കണ്ടായി, ഒരു 2 പുറത്തേക്ക് എടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഗുണിക്കുക. 2 × 5 10, 10 × 3 30, 30 × 2 60. ഓക്കെ, ഓപ്ഷൻ സി 60 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇതിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതല്ലാതെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 × 7 × 5 × 3 × 2 × 2 × k കണ്ടോ? അത് പൂർണ്ണവർഗമായാൽ, അതായത് മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു സംഖ്യയുടെ ഗുണനഫലം പൂർണ്ണവർഗമായാൽ കെയുടെ എണ്ണൽ സംഖ്യ എത്രയായിരിക്കും? കെയുടെ വില, ഇത് കെ എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കിയ പിള്ളേരെ. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി
21. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാ? ഈ തന്നിരിക്കുന്നത് ജോഡിയാക്കി ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 5 നോക്കിക്കേ, 5 × 5 ഒരു 5. ഓക്കെ, 2 ജോഡിയായിട്ട് എഴുതി ഇല്ലേ? 5 കിട്ടി, 2 കിട്ടി. ബാക്കി ഇവിടെ ഒരു 7 ഉണ്ട്, ഒരു 3 ഉണ്ട്. അത് ജോഡിയല്ല. അത് ജോഡി ആവണമെങ്കിൽ എക്സ്ട്രാ ഒരു 7 എക്സ്ട്രാ ഒരു 3 ഉണ്ടെങ്കിലാണ് അതിനെ നമുക്ക് ജോഡിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ 7 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണ്. 7 3 21 ആണ്. അപ്പോൾ ഈ കെയുടെ വാല്യൂ 21 ആയാൽ എന്ത്? ഇത് പൂർണ്ണവർഗമാകും. ക്ലിയർ ആയോ? ഓപ്ഷൻ ഡി 21 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം. ഇവിടെ നോക്കിയേ, 5 5 ഒരു ജോഡി ഓക്കെ ആണ്. 2 2 ഒരു 2 പുറത്തേക്ക് എടുത്തു. ബാക്കി റിമൈനിങ് ആയിട്ട് കിടക്കുന്നത് 7 3 ആണ്. 7 × 3 എത്ര പിള്ളേരെ? 7 × 3 21 ആണ്. അപ്പൊ ഈ 21 എന്നുള്ള വാല്യൂ ഈ കെക്ക് വന്നാൽ മാത്രമാണ് എന്ത്? നമുക്ക് ഇത് പൂർണ്ണവർഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പൊ ഓപ്ഷനിൽ 21 പകരം 7 × 3 എന്നുള്ളൊരു വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ ഇപ്പോൾ 21 പകരം 7 × 3 7 × 2 3 × 1 7 × 1 ആ രീതിയിലാണ് കിടക്കണമെങ്കിൽ 7 × 3 എടുക്കുക. അതല്ല എങ്കിൽ അത് ഗുണിച്ചതിന് ശേഷം ഗുണനഫലം 21 കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 3,60,000, ഓപ്ഷൻ ബി 4,900, ഓപ്ഷൻ സി 160, ഓപ്ഷൻ ഡി 25,000. ഓക്കെ, 3,60,000 സോറി 3,60,000 അല്ല, ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 36 ലക്ഷം. അതുപോലെ 4,900 160 25,000 പൂർണ്ണവർഗമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 0ത്തിന്റെ ഡിജിറ്റ്, ഇത് 0 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 3 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉള്ളൂ. ഇവിടെ എത്ര 0 ഉണ്ട്? 1 2 3 4 5 0 ഉണ്ട്. ഓക്കെ അല്ലേ? ഈ 0 കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 0 കൺസിഡർ ചെയ്തിട്ടാണ് പൂർണ്ണവർഗം ഏതാണ് അല്ലാത്തതെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിന്റെ നോക്കിയേ, 2 ആണ് 0 അല്ലേ? ഈ 0ത്തിന്റെ അക്കങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യ ആണെങ്കിൽ അത് മിക്കപ്പോഴും എന്തായിരിക്കും? പൂർണ്ണവർഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലുള്ളത് അതിന്റെ വർഗം നോക്കുക, അതിനുശേഷം 0ത്തിന്റെ പകുതി എടുക്കുക. ഇപ്പൊ നോക്കിയേ, ഈ 4,900 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 49ന്റെ എന്ത് ചെയ്യുക? 49ന്റെ വർഗം എത്രയാ? വർഗമൂലം 7. 2 0 അല്ലേ? ഒരു 0 പുറത്തേക്ക് എടുക്കുക. ഓക്കെ, 70 സ്ക്വയർ ആണ് എന്ത്? 4,900. ഇത് നോക്കി അങ്ങനെയാണെങ്കിൽ 36 ഞാൻ 6 പുറത്തേക്ക് എടുത്തു. ഈ 2 0ത്തിൽ നിന്ന് ഒരു 0 പുറത്തേക്ക് എടുത്തു. ഈ 2 0ത്തിൽ നിന്ന് ഒരു 0 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ട് ഒരു 0 കിടക്കുവാണ്. അപ്പൊ അതെന്താണ്? അതൊരു പൂർണ്ണവർഗം അല്ല. ഇനി ഇപ്പൊ ഈ കാണുന്ന സംഖ്യനെ നമുക്ക് പൂർണ്ണവർഗം ആക്കാമായിരുന്നു. എങ്ങനെ? ഇവിടെ ഒരു എക്സ്ട്രാ 0 ഉണ്ടെങ്കിൽ നമുക്ക് ഇതെന്താ 6000ത്തിന്റെ സ്ക്വയർ ആണെന്ന് പറയാമായിരുന്നു. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇവിടെ 5 0 ഉള്ളൂ, അതുകൊണ്ട് ഇത് പൂർണ്ണവർഗം അല്ല. 6 0 ഉണ്ടായിരുന്നെങ്കിൽ ആക്കായിരുന്നു. അതുപോലെ തന്നെ ഇത് നോക്കിയേ, 160 അല്ലേ? 16ന്റെ വർഗമൂലം 4. ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ 2 0 ഉണ്ടെങ്കിൽ അതിന്റെ വർഗമൂലം എന്നുള്ള രീതിയിൽ ഒരു 0 പുറത്തേക്ക് എടുക്കായിരുന്നു. 40ന്റെ സ്ക്വയർ ആയേനെ 1600 ആയിരുന്നെങ്കിൽ 160 ആണ്. 160 ഒരു സംഖ്യയുടെയും സ്ക്വയർ അല്ല. അതുപോലെ തന്നെ ഇവിടെ 25,000 ആണ്. 25,000 പകരം 2,500 ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ 2 0ത്തിൽ നിന്ന് ഒരു 0 താഴത്തേക്ക് ഇറക്കി എടുത്താൽ 50ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാമായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ല. എന്താണ്? ഇത് 25,000 ആണ്. ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട് 0. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ 4,900ത്തിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 70 ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 70 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4,900 ആണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി 4,900 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഓക്കെ, ഓപ്ഷൻ എ 16 a⁵, ഓപ്ഷൻ ബി 25 a⁻10, ഓപ്ഷൻ സി 6 a², ഓപ്ഷൻ ഡി 8 a⁴. അല്ലേ? ഇതിപ്പോ ഡയറക്റ്റ് അല്ല തന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് കുറച്ച് ഡയറക്റ്റ് ഡിജിറ്റ് അല്ലാതെ കൃതികളൊക്കെ വെച്ചാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പൂർണ്ണവർഗം ഏത്? ഈ തന്നിട്ടുള്ളതിൽ പൂർണ്ണവർഗം ഏത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കാം. എങ്ങനെയാ? ഇപ്പോൾ 16 a², 25 a⁻10, 6 a²,
8 a⁴, അല്ലേ? 16 a⁵. അങ്ങനെയുള്ളതിൽ ഡിജിറ്റുകളില്ലേ, ഇതിൽ പൂർണ്ണവർഗം ഉണ്ടോ എന്ന് നോക്കുക, അല്ലേ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 16ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? 4ന്റെ സ്ക്വയർ ആണെന്ത് 16, 5ന്റെ സ്ക്വയർ ആണെന്ത് 25. ഇതിനില്ല, അല്ലേ? ഓപ്ഷൻ സിയിലും ഇല്ല. 8ന്റെ എന്താണ്? 8നും എന്ത് സ്ക്വയർ റൂട്ട് ഇല്ല, അല്ലേ? ഒന്നിൻ്റെയും വർഗ്ഗം അല്ല 6ഉം 8 എന്ന് പറയുന്നത്. ഇപ്പോൾ 5ന്റെ വർഗ്ഗമാണ് എന്ത് 25, 4ന്റെ വർഗ്ഗമാണ് എന്ത് 16. അപ്പോൾ ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന എ ഇതില്ലേ, എ എന്നുള്ള ഒരു കൃതിയുടെ മേളിലുള്ള പവർ അത് ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ a⁵, a⁻10 അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ a⁻10 ഇത് ഈവൻ നമ്പർ ആയിട്ട്, അതായത് ഇരട്ട സംഖ്യ ഉള്ളതായിരിക്കും ആൻസർ. ഒറ്റ സംഖ്യ ഉള്ളത് ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്കിപ്പോൾ ഒരു ഡിജിറ്റ് 42 a⁻10, 36 a⁻10 ഇങ്ങനെ രണ്ട് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റ് നോക്കുക. 42 ഒന്നിൻ്റെയും എന്താണ് സ്ക്വയർ അല്ല, 36 സ്ക്വയർ ആണ്, 6ന്റെ സ്ക്വയർ ആണ് എന്ത് 36. അപ്പോൾ 6 പുറത്തേക്ക് എടുത്തു. പിന്നെ a⁻10 എന്ന് പറഞ്ഞില്ലേ, ഈ a⁻10ന്റെ സ്ക്വയർ റൂട്ടാണ് ഞാൻ പറയുന്നത്. a⁻10ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ a⁵ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പകുതി എടുത്താൽ മതി, a⁻10ന്റെ പകുതി എടുത്താൽ മതി, a⁵ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. 6a⁵ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും പിള്ളേരെ? 6ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 36. ഓക്കെ, a⁵ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ്? a⁻m⁴n എന്നുള്ള ഫോർമാറ്റിലാണ്, അല്ലേ? അപ്പോൾ എന്ത് വരും? a⁻m എന്ന് വരും, അതായത് 36 a⁻10 എന്ന് വരും. അതായത് 36 a⁻10 എന്ന് പറഞ്ഞാൽ 6a⁵ ആണ്. അതുപോലെ തന്നെ 25 a⁻10 ആണ് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞു. ഈ 25 a⁻10 ഇല്ലേ, പൂർണ്ണവർഗം നമ്മൾ കണ്ടുപിടിച്ചു. 25 a⁻10 അതിന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ 25ന്റെ വർഗ്ഗമൂലം എഴുതുക. ഓക്കെ, അത് 5 ആണ്. പിന്നെ എന്ത് ചെയ്യുക? ഈ a⁻10ന്റെ പകുതി കാണുക, അത് എത്രയാ? a⁵. ഓക്കെ, ഏതിന്റെ വേണമെങ്കിലും നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 100 a⁻18, 100 a⁻18 ആണെങ്കിലോ 100ന്റെ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ചെയ്യുക 10. പിന്നെ എന്താണ്? a⁻9, 18ന്റെ പകുതി എടുക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഡിജിറ്റിൽ നമുക്ക് വർഗ്ഗമൂലം കാണാൻ പറ്റുമോ എന്ന് നോക്കുക. 16, 25 ഓക്കെ ആയിരുന്നു. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടത് ആ റേസ് ടു ഇല്ലേ, എക്സ്പോണന്റ്, അത് ഈവൻ നമ്പർ ആണോ എന്ന് നോക്കുക. ഇവിടെ 5 ഈവൻ അല്ല, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 10 ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് എടുത്തു. ഇപ്പോൾ 16 a⁻6 ആണെങ്കിൽ എന്താ? അതിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? 4a⁵. 16ന്റെ 4 ആണ്, അല്ലേ? അതുപോലെ a⁻6ന്റെ a³ ആണ്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോകാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 49 p⁻36 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എത്ര? ഓപ്ഷൻ എ 18 p⁻9, ഓപ്ഷൻ ബി 7 p⁻18, ഓപ്ഷൻ സി 6 p⁻6, ഓപ്ഷൻ ഡി 13 p⁻18. ഓക്കെ, ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. 49 p⁻36 ആണ്, 49 p⁻36. ഇത് ഇങ്ങനെ ചെയ്യാൻ പിള്ളേരെ, 49ന്റെ വർഗ്ഗമൂലം എടുക്കുക. 49 എത്രയാ? 49ന്റെ വർഗ്ഗമൂലം 7 ആണ്, അല്ലേ? 7 സ്ക്വയർ ആണ് 49. പിന്നെന്താ? പി അതുപോലെ തന്നെ എഴുതുക. 36ന്റെ പകുതി എടുക്കുക. ഓക്കെ, 7 p⁻18, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. 64 p⁻42. ഇതിന്റെ എങ്ങനെ ചെയ്യാൻ പറ്റും? 64ന്റെ എടുക്കുക, എന്താ? സ്ക്വയർ റൂട്ട് എടുക്കുക. എന്നിട്ട് 64 അല്ലേ? പിന്നെ എന്താ? പി എഴുതുക. ഇതിന്റെ പകുതി കാണുക, എത്രയാണ്? 21. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 88നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ, 88നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 8. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 88നെ നമ്മൾ ഘടകങ്ങളാക്കുക. 88നെ നമ്മൾ എന്ത് ചെയ്യുക? ഘടകങ്ങളാക്കുക. എങ്ങനെ ചെയ്യാം? 2 വെച്ച് നമുക്ക് ഘടകങ്ങളാക്കാം, അല്ലേ? 2 വെച്ച് ചെയ്തപ്പോൾ 44 വന്നു. 44 2 വെച്ച് ചെയ്താൽ 22 വന്നു.
22നെ 2 വെച്ച് ചെയ്താൽ 11 വന്നു. ഇതിനെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടും ഒരു ജോഡിയല്ലേ, ജോഡിയാണ്. ബാക്കി റിമൈനിങ് ആയിട്ട് കിടക്കുന്നത് എന്താ? 2, 11. ഇത് റിമൈനിങ് ആയിട്ട് കിടക്കുമല്ലേ. 2 × 11 എന്ന് പറഞ്ഞാൽ 22 റിമൈനിങ് ആയിട്ട് കിടക്കുമല്ലേ. നമുക്ക് ഈ 88നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പൂർണ്ണവർഗം ആകുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഈ 22നെ 88നെ 22 കൊണ്ട് ഗുണിച്ചാൽ അതെന്ത് പൂർണ്ണവർഗമാകും. ഓക്കെ, 88 × 22 ചെയ്താൽ അതൊരു പൂർണ്ണവർഗമായിരിക്കും. അപ്പൊ നമ്മളിവിടെ ചെയ്തത് എന്താണ്? നമ്മുടെ അടുത്ത് 88നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാണെന്ന് ചോദിച്ചു. എന്ത് ചെയ്തു? 88നെ നമ്മൾ ഘടകങ്ങളാക്കി 2 വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പോയി. അവസാനം ഇവിടെ എന്ത്? ഈ രണ്ടെണ്ണം ഒരു ജോഡിയായിട്ട് പുറത്തേക്ക് എടുത്തു. റിമൈനിങ് ആയിട്ടുള്ളതാണ് എന്ത് നമ്മൾ ഗുണിച്ചെടുക്കേണ്ടത്. ഇവിടെ 2ഉം 11ഉം വന്നു. 2 × 11 22 ആണ്. അതായത് ഏത് ചെറിയ സംഖ്യ കൊണ്ടാന്ന് പറഞ്ഞാൽ 22 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണവർഗമായിരിക്കും. നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 120നെ സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. 120നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 15. ആദ്യത്തെ പോലെ തന്നെ ചെയ്യാം. 120 എന്ത് ചെയ്യുക പിള്ളേരെ? ഘടകങ്ങളാക്കുക അല്ലേ. 120/2 ചെയ്തു 60 അല്ലേ. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്തു അപ്പോൾ 30 വന്നു. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്തു അപ്പോൾ എത്ര വരും? 15 വന്നു. പിന്നെ 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. 3 വെച്ച് നമുക്ക് ചെയ്യാം. 5 വന്നു. ഇതിൽ ഈ 2 എന്താ? ജോഡിയാണ്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 2 × 3 6, 6 × 5 30. ക്ലിയർ ആയില്ലേ? 120നെ 30 കൊണ്ട് ഗുണിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണവർഗമാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കാം അല്ലെ. 120 × 30 ഗുണിച്ചു നോക്കാം. എങ്ങനെ ചെയ്യാം? 12 × 3 ചെയ്യുക പിള്ളേരെ. 12 × 3 എന്ന് പറഞ്ഞാൽ 36. പിന്നെ ഈ 2 0 എടുത്തിടുക. ഓക്കെ, എന്താ ചെയ്തേ? 12 × 3 ചെയ്യുക 36, പിന്നെ 2 0 എടുത്തിടുക. 3600 ആണ് എന്ത്? 120 × 30 എന്ന് പറയുന്നത്. ഇതിന്റെ റൂട്ട് എത്രയാ? റൂട്ട് കാണണമെങ്കിൽ എങ്ങനെയാ? 36ന്റെ സ്ക്വയർ റൂട്ട് കാണുക. 36ന്റെ സ്ക്വയർ റൂട്ട് 6 അല്ലേ. പിന്നെ 2 0 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 0 താഴോട്ട് ഇറക്കി എഴുതുക. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഡിസ്കസ് ചെയ്തിരുന്നു. 3600ന്റെ എന്താ? 60 സ്ക്വയർ ആണ്. അപ്പോൾ അതൊരു പൂർണ്ണവർഗം അല്ലേ. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി 30 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 44 പ്ലസ് റൂട്ട് 22 പ്ലസ് റൂട്ട് 9. മക്കളെ ഇതൊന്ന് ശ്രദ്ധിക്കുക. റൂട്ട് 9 ആദ്യം ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ റൂട്ട് 9ന്റെ വാല്യൂ 22 ആഡ് ചെയ്യുക. അതിനുശേഷം റൂട്ട് ഒരു സംഖ്യ കിട്ടുമല്ലോ, അത് 44 ആയിട്ട് ആഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതുക. അപ്പോൾ ചെയ്തു നോക്കാം. 44 പ്ലസ് റൂട്ട് 22 പ്ലസ് റൂട്ട് 9ന്റെ വാല്യൂ എത്രയാ? 3 ആണ് അല്ലേ. 3 9 ആണ്. അടുത്തത് എന്ത് വരും? 44 പ്ലസ് റൂട്ട് ഓഫ് 22 പ്ലസ് 3 25 അല്ലേ. അപ്പം എങ്ങനെ വരും? റൂട്ട് ഓഫ് 44 പ്ലസ് റൂട്ട് 25 എത്രയാ? റൂട്ട് 25 5 ആണ് അല്ലേ. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? റൂട്ട് ഓഫ് 44 പ്ലസ് 5 49. റൂട്ട് ഓഫ് 49 എത്രയാണ്? 7. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി 7 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താ ചെയ്തത്? റൂട്ട് 9 ആദ്യം ചെയ്തു. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 22 പ്ലസ് 3 ചെയ്തു. 22 പ്ലസ് 3 25 ആണ്. ഓക്കെ, റൂട്ട് 25 ചെയ്തു. റൂട്ട് 25ന്റെ വാല്യൂ 5 ആണ്. 44നോട് ആഡ് ചെയ്തു. റൂട്ട് ഓഫ് 49. ഇതേ മോഡലിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് കുറച്ചും കൂടി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റൂട്ട് ഓഫ് 29 പ്ലസ് റൂട്ട് ഓഫ് 40 പ്ലസ് റൂട്ട് ഓഫ് 89 മൈനസ് റൂട്ട് ഓഫ് 64. ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 10, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 14 അല്ലേ. ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണാൻ നേരത്ത് നമ്മളിങ്ങനെ ഇത്രയും ലോങ് ആണല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എക്സാം ഹാളിൽ ചിലപ്പോൾ ഇത്ര വലിയൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക്, ചില വിദ്യാർത്ഥികൾക്ക് എന്താണ് ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. കുറേ റൂട്ട്, കുറേ ചിഹ്നങ്ങൾ, കുറേ XY ഒക്കെ വരാൻ നേരത്ത്. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ അതിനെ സിമ്പിൾ എന്നുള്ള രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചെയ്തു തുടങ്ങുക ആദ്യം ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. 29 പ്ലസ് റൂട്ട് ഓഫ് 40 പ്ലസ് റൂട്ട് ഓഫ് 89 അത്രയും ചെയ്തു. ഈ റൂട്ട് ഓഫ് 64 നമുക്ക് ചെയ്യാലോ. റൂട്ട് ഓഫ് 64 എത്രയും പിള്ളേരെ? 8 ആണല്ലേ.
അത് ഞാൻ അവിടെ എഴുതിയേ. ഇനി അടുത്ത സ്റ്റെപ്പ് √29 പ്ലസ് √40 പ്ലസ് ഇത് എഴുതാലോ. 89 മൈനസ് 8 എത്രയാ? √81 ആണ്. നമുക്ക് ഒറ്റയടിക്ക് തന്നെ അത് എഴുതി പോവാം. സ്റ്റെപ്പായിട്ട് ഇവിടെ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ. 29 പ്ലസ് √40 പ്ലസ് √81 എത്രയാ? 9 ആണല്ലേ. √81 9 ആണ്. ഇവിടെ എന്താ ചെയ്ത് 64ന്റെ വാല്യൂ ഇവിടെ എടുത്ത് എഴുതി മൈനസ് ചെയ്തു, 81 വന്നു. √81ന്റെ വാല്യൂ എഴുതി, 9 വന്നു. ഇതെന്താ പിള്ളേരെ ഈ വാല്യൂ? 29 പ്ലസ് √40 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? √49 ആണ് അല്ലേ. √29 പ്ലസ് √49 അതെങ്ങനെ എഴുതാം? √29 പ്ലസ് √49 എന്ന് പറഞ്ഞാൽ 7 അല്ലേ. അപ്പൊ 29 പ്ലസ് 7 ആയി. അത് എത്രയാണ്? √36. √36 എന്ന് പറഞ്ഞാൽ 6 ആൻസർ. ഓപ്ഷൻ സി 6 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു വന്നപ്പോൾ കുറച്ച് സ്റ്റെപ്സ് വന്നു. അത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചെയ്ത് മനസ്സിൽ തന്നെ ചെയ്ത് പോവാം. 64ന്റെ 8 ആണ്. അപ്പൊ 89 മൈനസ് 8 81 അതിന്റെ 9 ആണ്. അതിങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതിയെന്നുള്ളൂ. നമുക്ക് മനസ്സിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. √30 പ്ലസ് √30 പ്ലസ് √32 പ്ലസ് √15 പ്ലസ് √1. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എഴുതി പോവാം. √1 എത്രയാ പിള്ളേരെ? 1 ആണ് അല്ലേ. 15 പ്ലസ് 1 എത്രയാ? √16. അതെത്രയാണ്? 4 ആണ്. അപ്പൊ ഒന്ന് എടുത്ത് എഴുതാം. √30 പ്ലസ് √30 പ്ലസ് √32 പ്ലസ് ഇവിടെ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. √15 പ്ലസ് √1 നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. √1 1 ആണ്. പിന്നെ 15 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. √16 നമ്മൾ ഇവിടെ ചെയ്തു. √16 എന്ന് പറഞ്ഞാൽ എത്രയാ? √16 4. ഓക്കെ, ഇവിടെ വരെ ഓക്കെ അല്ലേ. അടുത്തത് ചെയ്യാം. √30 പ്ലസ് √30 പ്ലസ് 32 പ്ലസ് 4 എത്രയാ? 32 പ്ലസ് 4 36 ആണ് അല്ലേ. √36. ഓക്കെ ആണേ. അടുത്തത് √30 പ്ലസ് √30 പ്ലസ് 6 അല്ലേ. √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും വരും. 30 പ്ലസ് √36 എന്ന് വരും അല്ലേ. √30 പ്ലസ് √36 എന്ന് വരും. ഇതെന്താണ്? ഇത് സെയിം വാല്യൂ തന്നെയാണ്. √30 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 6 എന്ന് വരും അല്ലേ. √30 പ്ലസ് √36 എന്ന് പറഞ്ഞാൽ √30 പ്ലസ് 6 എന്ന് വരും. അതായത് √36ന്റെ ആൻസർ എത്രയാണ്? 6. ഓക്കെ, ഓപ്ഷൻ സി 6 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താ ചെയ്തത്? √1 ചെയ്തു. √1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 15നോട് കൂടി കൂട്ടി. 15 1 16 ആണ്. അപ്പൊ എത്രയായി? √16 വന്നു അല്ലേ. ഈ √16 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. 4 32ന്റെ കൂടെ കൂട്ടി. 32 പ്ലസ് 4 36. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ഓക്കെ ആയില്ലേ. √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതിന്റെ കൂടെ കൂട്ടി. അപ്പൊ 30 പ്ലസ് 6 എത്രയായി? 36 ആയി. √36 ആയി. അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ്. ഓക്കെ, അതിനുശേഷം √36 30 പ്ലസ് √36 ചെയ്തു. √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. 30 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ √36 ആണ്. √36 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്ര ലെങ്ത് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഡിഗ്രി ലെവലിലൊക്കെ ഇങ്ങനെ ഡീപ്പ് ലെവൽ അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തിലൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് ആയിട്ടാണ് ചോദിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. √30 പ്ലസ് √30 പ്ലസ് √30 പ്ലസ് എക്സെട്ര എവിടം വരെ പോയിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു ഫൈനൈറ്റ് നമ്പർ അല്ല ഇത് അല്ലേ. ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കുക. കുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ എ നോക്കിക്കേ. 5 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എളുപ്പ വഴി മീൻസ് ഇത് 30 അല്ലേ സംഖ്യ. ഇതിന്റെ ഘടകങ്ങൾ കാണുക. 30നെ നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാം? 2 × 15 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. അല്ലെങ്കിൽ 3 × 10 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. അല്ലെങ്കിലോ 5 × 6 എന്നുള്ള രീതിയിൽ എഴുതാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ 30നെ ഘടകങ്ങളാക്കി എഴുതാം. എങ്ങനെ എഴുതാം? 2 × 15 എന്ന് എഴുതാം, 3 × 10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 × 6 എന്ന് എഴുതാം. നമ്മൾ ഈ എടുക്കുന്ന ഘടകങ്ങളിൽ വ്യത്യാസം ഒന്നുള്ള സംഖ്യകൾ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ 30ന്റെ ഘടകങ്ങളാക്കി. അങ്ങനെ ഘടകങ്ങളാക്കുമ്പോൾ ആ ഘടകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നായിരിക്കണം. അപ്പോൾ ഇവിടെ 5ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം ഒന്നല്ലേ. അങ്ങനെയുള്ള നമ്പർ നമ്മൾ ചൂസ് ചെയ്യുക.
അതിനുശേഷം ഇവിടെ പ്ലസ് സൈൻ ആണെങ്കിൽ ഈ 5 × 6 വലിയ സംഖ്യ ആയിരിക്കും ആൻസർ. പ്ലസ് സൈൻ ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും. ഓപ്ഷൻ ബി 6 ആയിരിക്കും ആൻസർ. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്? ഇങ്ങനെ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും സെയിം സംഖ്യ ആയിരിക്കും, 30 അല്ലെങ്കിൽ 36 അങ്ങനെ 42 ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഘടകങ്ങളാക്കുക. 30നെ ഇവിടെ ഘടകങ്ങളാക്കി, ആ ഘടകങ്ങളാക്കിയതിൽ വ്യത്യാസം 1 വരുന്ന ഘടകങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 5 6 6 5 30 ആ 1 വരുന്ന ഘടകങ്ങൾ നമ്മൾ ചൂസ് ചെയ്തു. അതിൽ 6 വലിയ സംഖ്യ എടുക്കുക. ഏത് കേസിൽ? പ്ലസ്സാ വരുന്നതെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് അല്ലേ? മൈനസാ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ 5 × 6 തന്നെ സെയിം നമ്മൾ ചൂസ് ചെയ്തു ഘടകങ്ങൾ. ചെറിയ സംഖ്യ ഓപ്റ്റ് ചെയ്യുക. പ്ലസ്സാ വരുന്നെങ്കിൽ വലിയ സംഖ്യ ഓപ്റ്റ് ചെയ്യുക, മൈനസാ വരുന്നെങ്കിൽ ചെറിയ സംഖ്യ എടുക്കുക. അപ്പം √30 - എക്സെട്ര അങ്ങനെ പോവുകയാണെങ്കിൽ 5 ആയിരിക്കും ആൻസർ. ഇപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിലോ? ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ 6 ആയിരിക്കും ആൻസർ. ക്ലിയർ ആയില്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. √42 പ്ലസ് √42 പ്ലസ് √42 ഇങ്ങനെ പോയിട്ടുണ്ടേ പ്ലസ് എക്സെട്ര. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? 42നെ നമുക്ക് എങ്ങനെ ഘടകങ്ങളാക്കാം പിള്ളേരെ? 6 × 7 7 6 42 അല്ലേ? 6 × 7 42 ആണ്. വ്യത്യാസം നോക്കിയേ, ഒന്നല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ സംഖ്യകൾ നമ്മൾ ഘടകങ്ങളായിട്ട് എടുത്തു. അതിനുശേഷം ഇവിടെ പ്ലസ് സൈൻ ആണ്. പ്ലസ് സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യുക? വലിയ സംഖ്യ എടുക്കുക. 7 ആയിരിക്കും ആൻസർ. ഇനിയിപ്പോൾ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ? മൈനസ് ആണെങ്കിൽ 6 ആയിരിക്കും ആൻസർ. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാനുള്ളൂ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അപ്പോൾ എളുപ്പമല്ലേ? ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ദശാംശ സംഖ്യകൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു കണക്കാണ്. √0.0016 × √0.000025 × √100 അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് ചെയ്യാൻ നേരത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് കാണുക? ഇവിടെ നോക്കിയേ 2 0 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ് ഓൾറെഡി ഉണ്ടാവും, ഒരു 0 പുറത്തേക്ക് എടുക്കുക. ഇവിടെ 16 ആണ്. 16ന് എത്രയാണ് പിള്ളേരെ? 16 4. ഓക്കെ, എന്താ ചെയ്തത്? ഇവിടെ 2 0 ഉണ്ട്, ഒരു 0 പുറത്തേക്ക് എടുത്തു. ഇവിടെ 16 ആണ്. 16ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി അടുത്തത് ചെയ്യാം. 0.000025. ഓക്കെ, ഇവിടെ നോക്കിയേ അതുപോലെ തന്നെ പോയിന്റ് ഇട്ട് കൊടുത്തു. 2 0ത്തിൽ നിന്ന് ഒരു 0 പുറത്തേക്ക് എടുത്തേ. ഇവിടെ 2 0ത്തിൽ നിന്ന് ഒരു 0 പുറത്തേക്ക് എടുത്തേ. 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. ഓക്കെ അല്ലേ? √100 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. √100 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? 10 സ്ക്വയർ ആണ് എന്ത്? √100. ഇനിയിപ്പോൾ ഈ വാല്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.04 × 0.005 × 10. 0.04 × 0.005 അതെത്ര വരും? ഇത് ഗുണിക്കുന്നത് എങ്ങനെയാ? I4 20. ഓക്കെ ആണേ? I4 20. ഇനി എന്ത് ചെയ്യുക? ഇവിടെ എത്ര ദശാംശം ഉണ്ടോ അത് നമ്മുടെ എന്ത് ഗുണനഫലത്തിലും വേണം. ഇവിടെ 1 2 3 4 5. ഓക്കെ അല്ലേ? 5 ദശാംശം ഉണ്ട് നമ്മുടെ ഈ ഗുണനഫലത്തിലും. അപ്പോൾ നമുക്ക് 5 ദശാംശം വേണ്ടേ? ഇപ്പോൾ ഇവിടെ 1 2 3 4 5. ക്ലിയർ ആയില്ലേ? 5 × 4 20. 20 ഇവിടെ എഴുതി. അതിനുശേഷം 1 2 3 3 2 5 ദശാംശം ഉണ്ട് എന്ത്? ഈ 2 എണ്ണം ഗുണിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാല്യൂവിലും 5 ദശാംശം വേണം. 2 ഇവിടെ 3 0 ഇട്ട് കൊടുത്തു. ഇവിടെ പോയിന്റ് ഇട്ടു. 5 ദശാംശമായി. അതിനുശേഷം 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ? വലത്തോട്ട് മാറി ഒരു പോയിന്റ് എടുക്കാം അല്ലേ? അപ്പോൾ ഈ ദശാംശം എന്ത് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.0020. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നോക്കി 5 × 4 ഇവിടെ 5 ദശാംശം വന്നു. 10 വെച്ച് ഗുണിക്കാൻ നേരത്തെ എന്ത് ചെയ്യുക? ദശാംശം വലത്തോട്ട് മാറി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ദശാംശം വലത്തോട്ട് മാറുന്നു പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? ബാക്കി പിന്നെ 2 0 അല്ലേ ഉള്ളൂ. ബാക്കി 2 0 പിന്നെ 2 0 എന്ന് വരും. ഈ 0.0020 എന്ന് പറയുന്നത് എന്താണ്? 0.002 തന്നെയാണ് അല്ലേ? ദശാംശത്തിന് ശേഷം 0 വരികയാണെങ്കിൽ വാല്യൂ ഉണ്ട്. അതിനുശേഷം ഒരു പൂർണ്ണസംഖ്യ വന്നതിന് ശേഷം 0 ഇട്ട് പോയാൽ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അതായത് 0.0020 എന്ന് പറയുന്നതും 0.002 എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി
0.002 ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയില്ലേ? 0.0016 നമ്മൾ 0.04 എന്ന് എഴുതി. എന്താ, 2 പൂജ്യം കൊണ്ട് ഇതിൽ നിന്ന് ഒരു പൂജ്യം പുറത്തേക്ക് എടുത്തു, 16ന്റെ 4. അതുപോലെ തന്നെ ഇവിടെ 4 പൂജ്യം കൊണ്ട് അതിൽ നിന്ന് 2 പൂജ്യം പുറത്തേക്ക് എടുത്തു, 25ന്റെ 5. സ്ക്വയർ റൂട്ടാണ്. അതിനുശേഷം അത് ഇൻറ്റു ചെയ്തു, 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്യാൻ നേരത്ത് ഇവിടെ എത്ര ദശാംശം ഉണ്ടോ അത്രയും തന്നെ ദശാംശം നമ്മുടെ വാല്യൂയിലും വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ നമുക്ക് എടുത്ത് എഴുതാം. ഈ 0.0064 അതിൻ്റെ റൂട്ട് എത്രയാ? ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാലോ. 2 പൂജ്യം ഉണ്ട്, പോയിന്റ് അവിടെ തന്നെ ഇട്ടു. 2 പൂജ്യം ഉള്ളപ്പോൾ എന്താണ്, ഒരു പൂജ്യം പുറത്തേക്ക് എടുത്തു അല്ലേ? 64ന്റെ എത്രയാണ്? 8 ആണ്. ക്ലിയർ ആയേ? പിന്നെ നമുക്ക് എടുത്തെഴുതാം 0.01 പ്ലസ് റൂട്ട് ഓഫ് 64 നമ്മളിവിടെ ചെയ്തു അല്ലേ? 0.08. ക്ലിയർ അല്ലേ? ഇത് ആഡ് ചെയ്യണം. 0.08ഉം 0.01 നമുക്ക് ആഡ് ചെയ്യണം. അപ്പം എന്ത് വരും? 9 വരും. 0.09 എന്ന് വരും. റൂട്ട് ഓഫ് 0.09 എന്ന് പറഞ്ഞാൽ 0.3 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, 0.09ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അതായത് 0.3 ഇൻറ്റു 0.3 ആണ് എന്ത്? 0.09. ഇവിടെ ഗുണിക്കാൻ നേരത്തെ എന്ത്, 2 ഡിജിറ്റ് കാണിക്കണമല്ലോ. അതാണ് നമ്മൾ 339 എടുത്തു, അതിനുശേഷം ഒരു 0 ഇട്ട് കൊടുത്തതിന് ശേഷം ദശാംശം ഇട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിപ്പം കണ്ട് ആരും പേടിക്കരുത്. നമുക്ക് ഓരോന്നും പാർട്ടായിട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്ക് അഡ്വാൻസ് ലെവൽ വരെ പോവേണ്ടതുണ്ട്. 0.0009, 0.16 ഈ വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് അതിന് എത്രയാണെന്ന് ജസ്റ്റ് നോക്കാം. ഈ 0.0009 നമുക്ക് എങ്ങനെ എഴുതാം? 0.00 ഈ റൂട്ട് ഓഫ് 0.009 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0.16 എന്നുള്ളത് ഏത് രീതിയിൽ എഴുതാം? ഇത് സെപ്പറേറ്റ് റൂട്ടായിട്ട് എഴുതാലോ. 0.0009 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0.16 ഈ ഫോർമാറ്റിൽ നമുക്ക് എഴുതാലോ അല്ലേ? ഈ 0.009 എത്ര പിള്ളേരെ? ഇവിടെ 2 0 ഉണ്ട്, പോയിന്റ് ഇട്ടു, ഒരു 0. 0.09ന്റെ 3 ഇട്ടു അല്ലേ? ഇതിൻ്റെ എത്രയാ? 0.4 അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ 2 പൂജ്യം കൊണ്ട് ഒരു പൂജ്യം പുറത്തേക്ക് എടുത്തു. 0.09ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 0.3 ആണ്. നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതല്ലേ. അതുപോലെ തന്നെ 0.16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0.03 ഡിവൈഡഡ് ബൈ 0.4 ആണ് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ള വാല്യൂ നമുക്ക് നോക്കാം. ഇതിവിടെ തന്നെ എഴുതാം. ഈ 0.0016 നമുക്ക് എങ്ങനെ എഴുതാം പിള്ളേരെ? 2 പൂജ്യം ഉണ്ട്, ഒരു പൂജ്യം പുറത്തേക്ക് എടുത്തു അല്ലേ? 16 ആകുമ്പോഴോ 4 വരും. ഇവിടെയോ 0.09 ആണ്. 0.09 എന്ന് പറഞ്ഞാൽ 0.3യുടെ റൂട്ടാണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം റൂട്ട് എടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുന്നത് 0.04 ഡിവൈഡഡ് ബൈ 0.3 എന്ന് വരും. ക്ലിയർ ആയോ? 0.04 ഡിവൈഡഡ് ബൈ 0.3 എന്ന് വരും. അപ്പോൾ ഇത് രണ്ട് നമുക്ക് ഇനി ഇൻറ്റു ചെയ്താൽ പോരെ? ഇതാദ്യം ചെയ്തു ഇല്ലേ? 0.009 ഡിവൈഡ് ബൈ 0.16ന്റെ റൂട്ട് ചെയ്തു. അപ്പോൾ 0.03 ഡിവൈഡ് ബൈ 0.4 എന്ന് കിട്ടി. അതുപോലെ തന്നെ 0.0016 0.09ന്റെ ചെയ്തു. അതിനായിട്ട് ഇൻറ്റു ചെയ്യുക 0.04 ഡിവൈഡഡ് ബൈ 0.3. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, റിപ്പീറ്റ് അടിച്ചൊന്നും കൂടി കാണുക കേട്ടോ. ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. നമുക്ക് എന്ത് ചെയ്യുക? ഈ ഡിജിറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എവിടെയാണോ, ശ്രദ്ധിക്കുക, എവിടെയാണോ ദശാംശം കുറവുള്ളത് ഓക്കെ, അവിടെ നമ്മൾ എന്ത് 100, 10, 100 അതിൻ്റെ ഘടകങ്ങൾ വെച്ച് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 4 ദശാംശമുണ്ട്, ഇവിടെ 2 ദശാംശമേ ഉള്ളൂ. നമുക്കിത് 3 ഇൻറ്റു 4 ഓക്കെ. ഈ 0.03നെ ഞാൻ 3 എഴുതി, 0.04നെ 4 എഴുതി. അപ്പോൾ 3/4 എഴുതി. പിന്നെ ഈ 4നെ ഞാൻ 4 തന്നെ എഴുതി, 0.4നെ 4 എഴുതി, 0.3നെ ഞാൻ 3 എഴുതി. ഞാൻ ആദ്യം പറഞ്ഞത് എന്താ പിള്ളേരെ? എവിടെയാണോ ഡിജിറ്റ് കുറവ്, ഇവിടെ നോക്കി, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, മൊത്തം എന്താ? അംശത്തിൽ 4 ഉണ്ട്. ഛേദത്തിലോ ഇവിടെ 1, ഇവിടെ 2, ഛേദത്തിൽ 2 ഉള്ളൂ അല്ലേ?
അതായത് ഛേദത്തിൽ എന്താണ് 2 ഡിജിറ്റ് കുറവാണ്. അപ്പോൾ എത്ര വെച്ച് നമ്മൾ ഗുണിക്കണം? ഇവിടെ 100 വെച്ച് ഗുണിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്യും? ഈ 2 ദശാംശങ്ങൾ സെയിം ആയിക്കോളും. ഇവിടെ 4 ദശാംശമുണ്ട്, ഇവിടെ 2 ദശാംശമുണ്ട്. അപ്പോൾ എവിടെയാണോ കുറവുള്ളത് അവിടെ നമ്മൾ 10ന്റെ പവർ വെച്ച് ഗുണിക്കുക. ഇവിടെ 4 ദശാംശത്തിനേക്കാളും കുറവാണ്. ഇവിടെ 2 ദശാംശത്തിന്റെ കുറവുണ്ട്, അതാണ് നമ്മൾ 100 വെച്ച് ഗുണിച്ചത്. 3 ദശാംശത്തിന്റെ കുറവാണെങ്കിൽ 1000 വെച്ച് ഗുണിച്ചതാണ്. 1 ദശാംശത്തിന്റെ വ്യത്യാസമുള്ളെങ്കിൽ 10 വെച്ച് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 3 3 ക്യാൻസൽ ചെയ്തു, 4 4 ക്യാൻസൽ ചെയ്തു, ഇവിടെ 1 കിട്ടി. 1/100 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി 1/100 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 111 × 112 111 പ്ലസ് എക്സ് സ്ക്വയർ. 111 × 112 111 പ്ലസ് എക്സ് സ്ക്വയർ ആയാൽ എക്സിന്റെ വില എത്ര? അല്ലെ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 112, ഓപ്ഷൻ ബി 113, ഓപ്ഷൻ സി 111, ഓപ്ഷൻ ഡി 100. ഇതെങ്ങനെ ചെയ്യാം മക്കളെ? ഒന്ന് ശ്രദ്ധിക്കുക. ഈ എക്സ് സ്ക്വയർ അവിടെ തന്നെ നിർത്തുക. ഓക്കെ അല്ലേ? ഈ 111 × 112 ബ്രാക്കറ്റ്, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -111 ആയി. ഓക്കെ അല്ലേ? ഇതിൽ 111 കോമൺ അല്ലേ? 111 × 112 -111 എന്താണ്? 111 കോമൺ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു 111 പോയാൽ ഇവിടെ 112 മാത്രമാവും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് പോയാലോ? ഇവിടെ നിന്ന് പോയാലും 1 ആവും. = എക്സ് സ്ക്വയർ. 111 × 111 എക്സ് സ്ക്വയർ. അതായത് 111 സ്ക്വയർ ആണ് എന്ത്? എക്സ് സ്ക്വയർ. 111 സ്ക്വയർ എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും പിള്ളേരെ? എക്സ് 111 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താ ചെയ്തത്? 111 × 112 111 പ്ലസ് എക്സ് സ്ക്വയർ ചെയ്തു. എക്സ് സ്ക്വയർ അവിടെ തന്നെ നിർത്തി. 111 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു അല്ലേ? അതിൽ നിന്ന് 111 എന്നുള്ള സംഖ്യേനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 112 - 11 വരും. അപ്പോൾ എന്താ? 111 × 111 തന്നെയാണ്. അതെന്താ? എക്സ് സ്ക്വയർ ആണ്. അതായത് 111 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? 111 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. √3 എക്സെട്ര ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും. ക്ലിയർ ആയോ പിള്ളേരെ? അതായത് √x എക്സെട്ര അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എപ്പോഴും എക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ 3ക്ക് പകരം വേറെ നോക്കാം നമുക്ക്. √9 ഓക്കെ എക്സെട്ര അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ 9 തന്നെയായിരിക്കും. ഇതിപ്പോൾ തുടർച്ചയായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. സെയിം സംഖ്യകൾ തന്നെ, റൂട്ട്. അപ്പോൾ ആ സംഖ്യ തന്നെയായിരിക്കും. അതല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ √3 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അതായത് പോയിട്ടില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 3 എടുത്ത് എഴുതുക അല്ലേ? പൂർണ്ണസംഖ്യ ഇവിടെ തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. അതിനുശേഷം 2ന്റെ പവർ നോക്കുക. ഇവിടെ 2/1, ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 2/3 ആണ്. ഇപ്പം എത്രയാണ്? ഇവിടെ 2 4 8. ഓക്കെ, 8 എഴുതുക. പിന്നെ 1 കുറച്ച് ഇവിടെ എഴുതുക. ക്ലിയർ ആയോ? 3 ഇവിടെ തന്നെ എഴുതുക. അതിനുശേഷം ഇത് 2ന്റെ പവർ നോക്കുക. ഇവിടെ 2/1, ഇവിടെ 2ന്റെ സ്ക്വയർ 2/2, ഇവിടെ 2/3 അല്ലേ? അപ്പോൾ ഇത് എത്രയാ? 8 ആണ്. അപ്പോൾ 3/7/8 എന്നുള്ള ഫോർമാറ്റിൽ എഴുതുക. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. √2 ഇങ്ങനെ വന്നാലോ? 2 എടുത്ത് എഴുതുക അല്ലേ? ഇവിടെ 2/1 ആണ്, ഇവിടെ 2 സ്ക്വയർ ആണ്, ഇവിടെ 2/3 ആണ്, ഇവിടെ 2/4 ആണ് അല്ലേ? ഇവിടെ 2/1 ആയിരിക്കും, ഇവിടെ 2 സ്ക്വയർ ആയിരിക്കും, ഇവിടെ 2/3 ആയിരിക്കും, ഇവിടെ 2/4 ആയിരിക്കും, 2/1. അപ്പോൾ ഇവിടെ എത്രയാ വരിക? 2/4 എന്ന് പറയുമ്പോൾ 2 4 8 16. 16 ഇവിടെ എഴുതുക. മുകളിൽ 15. മുകളിലൊന്ന് കുറച്ച് എഴുതുക. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
അപ്പോൾ ഇന്നത്തെ വർഗവും വർഗ്ഗമൂലവും എന്നുള്ള ക്ലാസ് ഈ ക്വസ്റ്റിനോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സ്വയം തന്നെ ചെയ്തു നോക്കുക. വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് റഫായിട്ട് ചെയ്തു നോക്കുക, അപ്പോൾ കിട്ടും. അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പിന്നെ നമ്മൾ ദശാംശത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ആ ദശാംശം ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യണ ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തുക. അത് വീഡിയോ കണ്ട് കൂടുതൽ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.